നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നിന്ന് നേരെ അവിട്ടത്തൂർ സ്വദേശി ജയൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു കൂൾ ഫീലിംഗ് ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹം വീടിന് ചുറ്റും ഏകദേശം 15ലധികം വെറൈറ്റി പ്ലാവുകളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പ്ലാവുകൾ നമ്മുടെ അന്തരീക്ഷ താപനിലയെ എത്രത്തോളം തണുപ്പിക്കുന്നതിൽ നിർണായക ഘടകമാകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധിയായ പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്ലാവുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പഠനം വളരെയേറെ പ്രശസ്തവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്ലാവ് ജയൻ എന്നുവരെ ഇപ്പോൾ ആളുകൾ പേരെടുത്ത് വിളിക്കുന്നു. ഇതിപ്പോൾ ഒരു 3.5 ഏക്കർ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ. ഇത്തരം വൈവിധ്യങ്ങളായ പ്ലാവുകളും മറ്റു നാട്ടുഫലവൃക്ഷങ്ങളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാക്കിയെടുത്താൽ അത് ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളും മൃഗങ്ങളും അതുപോലെ ചെറുകിട ജീവജാലങ്ങൾക്കൊക്കെ ഗുണമായി വരുന്നുള്ള ഒരു ഐഡിയോളജിയാണ് ഞാനിവിടെ വർക്കൗട്ടാക്കിയത്. ഇന്ന് നാട്ടുഫലവൃക്ഷങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ഈ പ്ലാവ് എന്ന് പറയുന്നത്. അത് വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കുന്ന പ്ലാവും കൂടി വേണം. അതാണ് പ്രകൃതിക്ക് മുതൽക്കൂട്ടാവുള്ളൂ. അല്ലാതെ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും ഒക്കെ വെറും ഒരു ആർട്ടിഫിഷ്യൽ സംഭവങ്ങളാണ്. ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ ഇവിടെ വേനൽക്കാലമായ വെള്ളം ഉണ്ടായി ഇരുന്നില്ല. കിണറുകളിലൊക്കെ അവിടെയൊക്കെ നീർത്തടം സംരക്ഷിച്ച് വെള്ളം നീരുറവകൾ വന്നു. ഇപ്പോൾ മുമ്പ് കാശ് കൊടുത്ത് വാങ്ങിയിരുന്നതാണ് വെള്ളമൊക്കെ ഇവിടെ വേനൽക്കാലം വന്ന്. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരവരുടെ കിണറ്റിൽ നിന്ന് തന്നെ അവർ വെള്ളം വാരിക്കൊണ്ടിരിക്കുക. അത് തന്നെയല്ല ഇവിടുത്തെ ചുറ്റുവട്ടത്തൊക്കെ ഭൂമിക്ക് വില കൂടി. പ്ലാവിൻ്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞ ജയൻ ചേട്ടൻ ഏകദേശം 3.5 ഏക്കർ സ്ഥലത്ത് ഇവിടെ ഒരു പ്ലാവ് ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു പ്ലാവിൻ്റെ ചുറ്റുവട്ടത്ത് അതിൻ്റെ ഓക്സിജൻ പോലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ അത് കിളികളുടെ ശബ്ദങ്ങൾ, മൊത്തത്തിലൊരു പ്രകൃതിയുടെ അന്തരീക്ഷം ഒരു വൃക്ഷം തന്നെ നമുക്ക് തരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത്തരം പ്ലാവ് ഗ്രാമങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയിച്ച സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഭാരതപ്പുഴയുടെ തീരത്ത് മുണ്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10 ഏക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ സർക്കാരിന് വേണ്ടിയിട്ട് പലയിടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലൊക്കെ ഇന്ന് ആനകൾ ഇറങ്ങിയിട്ട് ആനകൾ വീടിൻ്റെ അകത്തേക്ക് വന്ന് ഗേറ്റ് തുറന്ന് കയറി വന്നിട്ട് ചവിട്ടി കൊല്ലുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലൊക്കെ ഇന്ന് റബ്ബറാണ്. ചുരം കയറി പോയാൽ ബസ്സിലിരുന്ന 2 ഭാഗത്തും ഒരു നാട്ടുഫലവൃക്ഷം കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ കാടുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തേക്ക്, അക്കേഷ്യ പോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ സംഭവങ്ങളെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി കൂടുക, ഇവർക്ക് തിന്നാൻ, ഈ മൃഗാദികൾക്ക് തിന്നാനൊന്നും പറ്റണില്ല, പുഴുക്കം കൂടുതൽ, ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അപ്പോൾ ഇവർ പുറത്ത് ചാടുന്നതാണ്. ഇതുപോലെ ഒരുപാട് പ്ലാവ് ഗ്രാമങ്ങൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.